നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. കേരളം ഇനി അടുത്ത 5 വർഷം ആര് ഭരിക്കും എന്നുള്ള ആ ചോദ്യത്തിന്റെ ഉത്തരം ലഭിക്കാനായിട്ട് സാധാരണക്കാരും അല്ലാത്തവരും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒക്കെ തന്നെ ചങ്കെടുപ്പ് കൂടുന്ന നിമിഷം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. നാളെ രാവിലെ മുതൽ പലരും ലീവ് എടുത്ത് വീട്ടിലിരുന്ന് ന്യൂസ് കാണാനായി തയ്യാറെടുക്കുകയാണ്. പലരും സുഹൃത്തുക്കൾ അടക്കമുള്ള വലിയൊരു ക്യാമ്പ് പോലെ തുടങ്ങിക്കഴിഞ്ഞു. അവിടെ നിന്ന് നമുക്ക് ഈ ഇലക്ഷന്റെ ഒരു വാർത്ത റിപ്പോർട്ട് കാണാമെന്നുള്ള മട്ടിൽ പലരും തന്നെ അതിനുള്ള തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കേൾക്കുമ്പോൾ ഒരുമിച്ച് കൂട്ടമായിരുന്ന് കേൾക്കാമെന്ന് പറയുന്നവരുണ്ട്. 2 കുപ്പി എടുത്ത് അടിച്ചിട്ട് കേൾക്കാമെന്ന് പറഞ്ഞ് കുപ്പി വാങ്ങാൻ ഓടുന്നവരുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ പലരും അങ്ങനെ പല രീതിയിലാണ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ കാത്ത് ഒരു ആഘോഷമാക്കാനായി നിൽക്കുന്നത്. അൽഫാം ഗ്രില്ല് ചെയ്ത് നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം കാണാമെന്ന് പറഞ്ഞ് തമ്പടിക്കുന്നവർ നിരവധിയാണ്. എന്തായാലും കേരളം അടുത്ത 5 വർഷം ആര് ഭരിക്കുമെന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു നേരം ഇരുട്ടി പുലരുമ്പോഴേക്കും ആ റിസൾട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഏകദേശം 12 മണിയോടുകൂടി തന്നെ പൂർണ്ണമായും റിസൾട്ട് നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും KPCCയിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ ആസ്ഥാനമായ ഇന്ദിരാഭവൻ KPCCയിലേക്ക് വരികയാണെങ്കിൽ അവിടെ പന്തൽ ഒരുങ്ങുകയാണ് എന്നതാണ്. വലിയ പന്തലുകൾ ഒരുങ്ങിക്കഴിഞ്ഞു, വലിയ സ്ക്രീനുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ആ സ്ക്രീനിലൂടെ നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം കാണാൻ സാധിക്കും. അവിടെ എത്തുന്ന പ്രവർത്തകർക്ക്, അവിടെ എത്തുന്ന അണികൾക്കൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് ഫലം കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ലഡുകൾക്ക് ഒട്ടേറെ നിരവധി ഓർഡേഴ്സുകളാണ്. ലഡു, അതുപോലെ തന്നെ പായസം വെക്കാൻ ചെമ്പ്, ബിരിയാണി, അതുപോലെ തന്നെ ചെണ്ടമേളം, അതുപോലെ ഡ്രംസ് മേളം, അങ്ങനെ നിരവധി വാദ്യങ്ങൾ കൊണ്ട് ആഘോഷമാക്കാൻ തന്നെയാണ് KPCC തുനിഞ്ഞിറങ്ങുന്നത്. എന്നാൽ AK സെന്ററിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയ ആവേശമൊന്നുമില്ല, വലിയ പന്തൽ കെട്ടലൊന്നുമില്ല. ഒരു സമാധാനം അവർ പാലിക്കുന്നുണ്ട്. കാരണം ഇടത് മാറി വലതേക്ക് വീശാനുള്ള കാറ്റായിരിക്കാം നാളെ വീശാൻ പോകുന്നത് എന്നുള്ളൊരു എന്തോ ഒരു ആരോപണമുണ്ട്. CPM-ലെ പല നേതാക്കളും തിരുവനന്തപുരം വിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ KPCCയിലേക്ക് എല്ലാ നേതാക്കന്മാരും തിരുവനന്തപുരത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു, KPCCയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം വലിയ ആവേശത്തിൽ തന്നെയാണ് ചെന്നിത്തല, VD സതീശൻ, അതുപോലെ തന്നെ വേണുഗോപാൽ അടക്കമുള്ളവർ തിരുവനന്തപുരത്തേക്ക് നാളെയോടുകൂടി എത്തും. അതിനുശേഷം മന്ത്രിസഭാ യോഗവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കാൻ പോവുകയാണ്. അതിനുശേഷം ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നൊരു ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ പോകുന്നു. ഇന്നും ഈ വൈകിയ വേളയിലും പോലും VD സതീശൻ പടനായകൻ ഇനി കേരളം നയിക്കട്ടെ എന്ന് VD സതീശനെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്റർ ഉയരുന്നു. എന്നാൽ 100-ൽ 80% ആളുകളും പറയുന്നു കേന്ദ്രത്തിന് വേണുഗോപാലിനോടാണ് താല്പര്യം. അതുകൊണ്ട് KC വേണുഗോപാൽ തന്നെ ആകാം ഒരു പക്ഷേ മുഖ്യമന്ത്രിയാവുക എന്നൊരു ചർച്ചയുണ്ട്. വളരെ മാന്യമായ ഒരു മന്ത്രി പദവിക്ക് ചെന്നിത്തലയ്ക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. യുവതലമുറയിൽ നിന്ന് ആരൊക്കെ ആയിരിക്കും മന്ത്രിസഭയിലേക്ക് വരിക എന്നൊരു ചോദ്യമുണ്ട്. നിയമം ആര് പിടിക്കും, BJP എത്ര സീറ്റ് പിടിക്കുമെന്നൊരു ചോദ്യമുണ്ട്. അപ്പോഴും നിയമം തന്നെയാണ് അതൊരു A ക്ലാസ് മണ്ഡലം BJPയുടെ. അപ്പോൾ BJPക്ക് നിയമം പിടിക്കാൻ സാധിക്കുമോ, അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമോ? അങ്ങനെ വളരെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ് നാളെ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടം പലയിടങ്ങളിലും നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത് എന്നുള്ളതാണ്. നമുക്കറിയാം കാറ്റ് എപ്പോഴും ഇടത് വലത് മാറി മാറി നിന്ന ഒരു സാഹചര്യമൊക്കെ മാറി ചരിത്രത്തിൽ ആദ്യമായി ഒരു തുടർഭരണം വരികയും അത് 8 നിലയിൽ പൊട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇനി കോൺഗ്രസിലേക്ക് ഇപ്പോൾ ഏറ്റവും അവസാനമായി ഗോവിന്ദൻ മാഷ് പറഞ്ഞൊരു കമന്റ് ഇതാണ്: കോൺഗ്രസിന് വോട്ട് ചെയ്തവർ പോലും ഇവരുടെ തമ്മിലടി കാരണം ഇപ്പോൾ അയ്യോ വേണ്ടായിരുന്നു എന്ന് പോലും വിചാരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഇങ്ങനെയൊന്നും സത്യം പറയുന്ന ഒരാളല്ല ഗോവിന്ദൻ മാഷ്. പക്ഷെ ശരിയാണ്, ഒരു പരിധി വരെയെങ്കിലും ഈ തമ്മിലടി കാരണം അല്ലെങ്കിൽ റിസൾട്ട് വരാൻ ആഴ്ചകൾക്ക് മുന്നേ തന്നെ മുഖ്യമന്ത്രിയുടെ ചർച്ച നടക്കുന്നതൊക്കെ തന്നെ അത് കുറച്ച് ഓവർ അല്ലേ എന്നുള്ള ചോദ്യം സാധാരണക്കാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒക്കെ തന്നെ ഇനി അല്പസമയം മാത്രമേ ഉള്ളൂ. ബാക്കി ചാനലെല്ലാം തന്നെ സജീവമാണ്. നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കാനായിട്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങൾ, അതുപോലെ തന്നെ പത്രമാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, അങ്ങനെ എല്ലാ മാധ്യമങ്ങളും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്താനായിട്ട് പോവുകയാണ്. എന്തായാലും നാളെ 6 മണി മുതലാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാൻ നമുക്ക് ആര് വിജയിക്കും.